ഹലോ, വെൽക്കം ടു ലേണിനോ. ലേണിനോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ഉറ്റുനോക്കിയിരുന്ന പാവങ്ങളുടെ IAS എന്നറിയപ്പെടുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു. 3-ാം തീയതി വരെ ആയിരുന്നു. അത് 5-ാം തീയതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപ്ലിക്കേഷനും നിങ്ങൾ എല്ലാവരും അപ്ലൈയും ചെയ്തു. അപ്പോൾ എത്ര പേര് ഓരോ ജില്ലകളിലും അപ്ലൈ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസും വന്നു. നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം ഉണ്ടാവാൻ ചാൻസ് എന്നുള്ള സ്ലോട്ടും വന്നു. PSC ഇപ്പോൾ പഴയ PSC അല്ല, എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഉള്ള ഈ വളരെ കുറച്ച് മാസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള ആളുകളാണ് എക്സാമിനേഷൻസ് എഴുതുന്നത്. ഫ്രഷേഴ്സ് ഉണ്ട്, ആദ്യമായിട്ട് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ വന്ന് എഴുതുന്നുണ്ട്. അതുപോലെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ കാലങ്ങളായിട്ട് ഇതിനു വേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ എഴുതുന്നുണ്ട്. പിന്നെ ഒരു വിഭാഗം ധാരാളം വർക്ക് ചെയ്യുന്ന ആളുകൾ, വർക്കിംഗ് വിമൻ, അതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള ഒത്തിരി പേര് അവരതിൻ്റെ കൂടെ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ മറ്റൊരു വിഭാഗമാണ് നമ്മളെ വീട്ടമ്മമാർ. അവരവരുടെ വീട്ടിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന് കിട്ടുന്ന ആ ഒരു കുറച്ച് സമയത്തിന് വേണ്ടി മാറ്റി വെച്ച് പഠിച്ച് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല വിഭാഗക്കാരാണ് നമ്മുടെ ഈ ഒരു LDC എക്സാമിനേഷൻ എഴുതുന്നത്. അങ്ങനെ ആരൊക്കെ എഴുതുന്നുണ്ടോ ഇവരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ഈ LDC എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ട് ആ ജോലി കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നു എന്നുള്ളതൊന്നും അവിടെ പ്രസക്തമല്ല. നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് മാത്രമാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 12 ലക്ഷത്തോളം പേരാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി മാറ്റിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും 4 ലക്ഷം പേര് കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും പഠിക്കുന്ന ആളുകൾ എന്തായാലും ഈ പരീക്ഷയ്ക്ക് വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരും. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എന്തായാലും ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ എന്തായാലും നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഒരിക്കലും ഇവിടെ കുറവാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തേക്കാളും കുറവ്, അതായത് അപ്ലിക്കൻസിന്റെ എണ്ണം കുറവ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. നമ്മൾ എടുത്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർ അവർക്കൊരു പ്രയോറിറ്റി എന്തായാലും കൊടുക്കണം. കാരണം വീട്ടിൽ ഒത്തിരി കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലെ കുട്ടികളെ നോക്കി അവരുടെ വീട്ടിലെ ജോലികൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന വളരെ കുറച്ച് സമയമായിരിക്കും അവർ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവല്ലേ. അവർ പഠിക്കാൻ വേണ്ടി അവർക്ക് കിട്ടുന്ന വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും. ചിലർ കൂട്ടുകുടുംബത്തിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും, ചിലർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുകളായിരിക്കും. അതായത് ഒരു അണുകുടുംബം, അവരും ഹസ്ബൻഡും ഒരു കുട്ടികളും മാത്രമൊക്കെ ഉള്ള ഒരു ഫാമിലിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ ഭാഗത്തും ഈ പറയുന്ന ഹൗസ് വൈഫിന് ഓരോ രീതിയിലുള്ള സാഹചര്യമാണ് അവർക്കുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഈ വളരെ കിട്ടുന്ന ഈ ഒരു 4 മാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് സാഹചര്യത്തെ പഴിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്കാണ് ജോലി വേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയായാലും സമയം കണ്ടെത്തിയിട്ട് പഠിക്കാനും വേണം. അപ്പം നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഓവറോൾ ഐഡിയ ഞാൻ തരാം. നിങ്ങളിപ്പോൾ ഹൗസ് വൈഫ് ചിലപ്പോൾ ഈ പറയുന്ന വീട്ടമ്മമാർ ചിലപ്പോൾ കുറേ കാലമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ചിലപ്പോൾ അത് കോച്ചിങ്ങിനൊക്കെ പോയി പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് പിന്നെ വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിഭാഗം ഹൗസ് വൈഫുകൾ ഉണ്ടാവാം. ചിലർ വേറെ ഒന്നിനും പോകാൻ പറ്റാത്തത് കൊണ്ട് ഒന്ന് PSC എഴുതി നോക്കാം എന്ന് പറഞ്ഞ് വേറെ കോച്ചിങ് ഒന്നും പോകാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന മറ്റൊരു വിഭാഗം ഹൗസ് വൈഫുകൾ ഉണ്ടാവാം. പിന്നെ ഒരു വിഭാഗം ഹൗസ് വൈഫ് മുമ്പൊക്കെ വർക്ക് ചെയ്തിട്ട് പിന്നീട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും കേരള PSCയിൽ കൂടെ കയറി പറ്റണം, ഈ ഒരു ജോലി എനിക്ക് വേണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളും ഉണ്ടാവാം. അപ്പോൾ ഇവരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് ജോലി വേണമെന്ന് അത്രയും അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ LDC നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ചെറിയ തോതിൽ എങ്ങനെ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ നോക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. സിലബസ് എന്താണെന്നുള്ളതിന് സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കാര്യം നോക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും 100 മാർക്കിനാണ് നിങ്ങളുടെ എക്സാമിനേഷൻ ഉള്ളത്. LDCയെ കുറിച്ചൊരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 100 മാർക്കിന്റെ പരീക്ഷയാണ്. 100 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 1.25 മണിക്കൂറിന്റെ പരീക്ഷ. പ്രിലിമിനറി ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ എക്സാം. അത് മാത്രം ക്രാക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫർദർ ഇന്റർവ്യൂ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. അതിലൊരു ടോപ്പ് 500 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം. നല്ലോണം വാക്കൻസികൾ വരും. നിങ്ങൾ എത്തുന്ന പോസ്റ്റ് എങ്ങനെയാണോ, നിങ്ങൾ എത്തുന്ന ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഹയർ നിങ്ങൾക്ക് പോവാം. നല്ല രീതിയിൽ ഹയർ പ്രൊമോഷൻ കിട്ടിയിട്ട് നല്ലൊരു
പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടയർ ആവാനൊക്കെയുള്ള സാധ്യത കൂടുതലുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന LDC. അപ്പോൾ നമ്മുടെ ഇതിൽ 100 മാർക്കിൽ 50 മാർക്ക് GK ആണ്, ബാക്കി 50 മാർക്കാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. 20 മാർക്കിന് നിങ്ങൾക്ക് കറണ്ട് അഫയർ ഉണ്ട്. ഈ 20 മാർക്കാണ് നിങ്ങളുടെ പോക്കറ്റിലിരിക്കേണ്ടത്. കാരണം അതാണ് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ്. അത് എവിടെ നിന്ന് എന്ത് ചോദിക്കുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ സംഭവം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ എത്തിപ്പിടിച്ചെടുക്കും. നിങ്ങൾക്കറിയാം SCERT പാഠഭാഗങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ പറയുന്ന ചരിത്രമായാലും ഭൂമിശാസ്ത്രമായാലും നമ്മളുള്ള എല്ലാ ടോപ്പിക്കായാലും GK ഫുള്ള് ഭൂരിഭാഗം നമുക്ക് ചോദ്യം കിട്ടുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ SCERT പാഠഭാഗങ്ങളിൽ നിന്നാണ്. കുറച്ച് ഹയർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് അവിടെ NCERT ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സമഗ്ര നമ്മളുടെ SCERT പാഠഭാഗങ്ങളിലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സമഗ്ര ക്വസ്റ്റ്യൻസ് നന്നായി നോക്കുക. കാരണം അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ അതേപടി ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ 50 മാർക്ക് ശരിക്കും SCERT നല്ല രീതിയിൽ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. 50 മാർക്കിൽ GK മാത്രമല്ല, ബാക്കി മലയാളം ഇതുപോലെ നമ്മുടെ നമ്മുടെ SCERT പാഠഭാഗം ചോദിക്കാറുള്ളത് മലയാളം, അതുപോലെ മാത്സ് ഒക്കെ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ അങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ SCERT പാഠഭാഗങ്ങളും തറവാക്കണം. SCERT പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ ഈ ചരിത്രമായാലും ഭൂമിശാസ്ത്രമായാലും ധനാത്വശാസ്ത്രമായാലും ഇന്ത്യ ഭരണഘടന ആയാലും, ഇന്ത്യൻ ഭരണഘടനയൊക്കെ SCERT പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതല്ലാണ്ടുള്ള കുറച്ച് പ്രീവിയസ് എങ്ങനെയാണോ നമ്മുടെ കേരള PSC ഭരണഘടനയായിട്ട് ചോദിച്ചിരിക്കുന്നത് അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പം അതും കമ്പയർ ചെയ്തിട്ടൊക്കെ വേണം പഠിക്കാൻ. പിന്നെ എല്ലാം SCERT നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലും പോകാൻ പാടില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, LDCന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതല്ലാതെ 10th ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഈ കിട്ടുന്ന 4 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അത്രയ്ക്കൊന്നും പഠിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ആദ്യമായി തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീരെയും പറ്റില്ല. അത്യാവശ്യം കുറച്ച് പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇനി ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് മാത്രം ചെയ്താൽ മതി എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയം കിട്ടും. കാരണം അവർക്ക് അറിയാം ഏത് പാറ്റേണിലാണ് എക്സാം വരിക എന്നുള്ളത്, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ലാണ്ട് ഒന്നും അറിയാത്ത ഒരാള് ഇതിന് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ലാസ്റ്റ് നടന്ന ഒരു 2 LDC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. കാരണം ലാസ്റ്റ് ടൈം നമ്മൾക്ക് ഒരു LDC നടന്നുള്ളൂ, മെയിൻസ് ഒരൊറ്റ LDC നടന്നുള്ളൂ, പിന്നെ പ്രിലിംസാണ് നടന്നത്. പ്രിലിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. അതൊക്കെ ലേറ്റസ്റ്റ് പാറ്റേൺ ആണ്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏത് രീതിയിലാണ് ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ SCERT പാഠഭാഗങ്ങൾ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് പൊയ്ക്കോളൂ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുക. അത് കഴിഞ്ഞ് SCERT പാഠഭാഗങ്ങൾ, ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന SCERT പാഠഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കുക. അത് കഴിഞ്ഞ് സമഗ്ര നന്നായി നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് SCERT പാഠഭാഗങ്ങൾ ഓൾമോസ്റ്റ് ക്ലിയർ ആവും. ഇത് കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ NCERT-യിലേക്കും കിടക്കാം. അതിനുള്ള ടൈം പുതിയ ആൾക്കാർക്ക് എന്തായാലും കിട്ടില്ല. പിന്നെ 20 മാർക്കിനുള്ള കറണ്ട് അഫയർ വിട്ടുപോകരുത്. 20 മാർക്കിന് കഴിഞ്ഞ ഒരു വർഷമുള്ള എല്ലാ ടോപ്പിക്കും ഒന്നിടപെടാണ്ട് നിങ്ങൾ പഠിച്ചോളൂ. ഏതൊക്കെ ഏരിയ എന്നാണ് ചോദിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ മാർക്കിന്റെ വെയിറ്റേജും കൂടെ നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വെയിറ്റേജ് വരിക? കാരണം ഇപ്പോൾ ചരിത്രം ആണെന്നുണ്ടെങ്കിൽ 5 മാർക്ക്, ഭൂമിശാസ്ത്രമാണെങ്കിൽ 5 മാർക്ക്, ധനാത്വശാസ്ത്രം 5, ഭരണഘടന 5, അങ്ങനെ ഓരോ വിഭാഗത്തിനും എത്രത്തോളം മാർക്ക് കിട്ടും. 1-2 മാർക്കിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കിന് വേണ്ടിയിട്ട് തലകുത്തിരിക്കേണ്ട. അതിനേക്കാളും ഇപ്പൊ 6 മാർക്കും 8 മാർക്കും 10 മാർക്കൊക്കെ ഉള്ള ടോപ്പിക്കിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. കാരണം മാർക്കിന്റെ വെയിറ്റ്, പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ മാർക്കിന് വെയിറ്റേജ് കൊടുത്തെങ്കിൽ പോലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ആ വെയിറ്റേജ് ഒന്നും വരാനുള്ള സാധ്യതയും ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ വെയിറ്റേജ് കൂടിയിട്ടുള്ള ഭാഗങ്ങൾ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് ഹിസ്റ്ററി ഭയങ്കര താല്പര്യമായിരിക്കും, ചിലർക്ക് സയൻസ് നല്ല താല്പര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത്, ഈ അവസാന നിമിഷത്തിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന അങ്ങനെ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ നല്ല രീതിയിൽ പഠിച്ച ആ ഒരു പോർഷൻ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് തറവാക്കി പഠിക്കാം. അത് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ നോക്കുക. ഈ നമുക്ക് എത്രത്തോളം ടോപ്പിക്കുകൾ അവർ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് കവർ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് ലാസ്റ്റിൽ 1 മാസം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ വരുന്ന 3 മാസം, ഇപ്പം നമ്മൾക്ക് ജൂലൈയിലാണല്ലോ എക്സാം വരുന്നത്. അപ്പോൾ ഒരു ജൂൺ ആകുമ്പോഴത്തേക്ക്, ഒരു ജൂൺ
ഫുള്ള് നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. ഒരു മെയ് ജൂൺ ആ ഒരു ടൈമിൽ. പിന്നെ എന്താ വെച്ചാൽ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വെക്കേഷൻ സമയം ഏപ്രിൽ മെയ് ഒക്കെ, അപ്പൊ ആ ടൈമിലൊക്കെ പഠിക്കാൻ പറ്റുന്ന അത്രയുണ്ട് പഠിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് ആ ടൈമിലേക്ക് കൂടുതൽ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കുട്ടികളെ വേണമെങ്കിൽ വിരുന്ന് അയച്ചിട്ട് നിങ്ങൾ വീട്ടിലിട്ട് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ 3 മാർക്കിനാണ്. അതും നമ്മുടെ SCRT പാഠഭാഗത്തൊക്കെ തന്നെയാണ് ലാസ്റ്റ് ഒക്കെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി സുപ്രധാന നിയമങ്ങളൊക്കെ ആ കുറേ വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പാടെ അങ്ങനെ തന്നെ ചോദിക്കും. അപ്പൊ ഇതിന്ന് ഒരു റൗണ്ട് നിങ്ങൾ സുപ്രധാന നിയമങ്ങൾ പഠിച്ച പിന്നെ അവിടെ വല്ല അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ എക്സ്ട്രാ പഠിച്ചാൽ മതി. ആനുകാലിക വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടന്റ്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് അതായിരിക്കും. പിന്നെ മാത്സും റീസണിങ് കൂടെ 10 മാർക്കാണ്. ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷ അത് മലയാളം എടുത്തവർക്ക് മലയാളം, കന്നഡ എടുത്തവർക്ക് കന്നഡ, തമിഴ് എടുത്തവർക്ക് തമിഴ്. അപ്പൊ ഏതാണ് നിങ്ങളുടെ പ്രാദേശിക ഭാഷ അത് വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറഞ്ഞു ഇപ്പൊ സ്ലോട്ട് ജൂലൈ ടു സെപ്റ്റംബറിന്റെ ആ ടൈമിൽ. അപ്പൊ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പരീക്ഷ വരാം. പക്ഷെ ജൂലൈയിൽ നമുക്ക് പരീക്ഷ വരും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ പരീക്ഷ പിന്നെ എപ്പോൾ മാറ്റി വെച്ചാലും നമുക്ക് കുഴപ്പമില്ല. ആ ടൈം ഫുൾ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ LD ക്ലർക്കിൽ അപേക്ഷകരുടെ എണ്ണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ തവണ വന്നിട്ടുള്ളതും ഇത്തവണത്തെയും നമ്മൾ ഇതിലുണ്ട്. നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ ഏതാണോ ജില്ല ആ ജില്ലയിൽ വന്ന വ്യത്യാസങ്ങൾ. ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പോൾ കഴിഞ്ഞത്തേക്കാളും കുറഞ്ഞു എന്ന് പറയാന്നേ ഉള്ളൂ. ഈ കുറഞ്ഞിട്ടുള്ള ആളുകൾ മൊത്തം പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ആ ഒരു ബോധം കൂടെ നമ്മൾക്ക് വേണം. നമ്മൾ ആ കുറഞ്ഞുള്ള പോലെ സന്തോഷിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അത്രയും കോമ്പറ്റീഷൻ തന്നെയാണ്. എന്തായാലും പഠിക്കുന്ന ആളുകൾ ഇത് അപ്ലൈ ചെയ്തിരിക്കും, അത് 100% ഉറപ്പാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 12 ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ ഈ എക്സാമിന് വേണ്ടി 14 ജില്ലകളിലും കൂടിയിട്ട് മാറ്റിവെക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 4 ലക്ഷം കുറവാണ്. പക്ഷെ അതൊന്നും കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ടവർ നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് ആ ജോലി കിട്ടിയേ മതിയാവുള്ളൂ എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് ആ ഒരു ഉറപ്പ് കൊടുത്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് പഠിക്കണം. ഒരു വീട്ടമ്മയാണ്. അപ്പൊ വീട്ടമ്മയ്ക്ക് ഒന്നല്ല 1000 ജോലികളുണ്ടാവും. ഇതിനിടയ്ക്കായിരിക്കും ഇവർ പഠിക്കാൻ നിൽക്കുക. അപ്പൊ ഈ പറയുന്ന ടൈം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കിട്ടുന്ന സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങനെ നിങ്ങൾ പഠിച്ചെടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ രാവിലെ ഹസ്ബൻഡ് ചിലപ്പോൾ ടൈമിങ്ങിന് ഉള്ള ജോലിയുള്ള ഒരാളാണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് അത്ര വലിയ കുഴപ്പം വരില്ല. രാവിലെ എണീച്ച ഹസ്ബൻഡിനെയും കുട്ടികളിനെയൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അവർ വരുന്ന വരെ നമുക്കുള്ള ടൈം അത്യാവശ്യം കിട്ടും. ഇപ്പൊ രാവിലെ നിങ്ങൾ ജോലി ഒരു 6 മണിക്കൊക്കെ എണീച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡും കുട്ടികളും സ്കൂളിൽ പോകുന്നതിനുള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പരമാവധി വർക്കുകൾ തീർക്കുക. പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് അല്ലറ ചില്ലറ വർക്ക് മാത്രമേ നമുക്ക് ബാക്കി പെൻഡിങ് ഉണ്ടാവാൻ പാടുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ ടൈം കണ്ടെത്തിയിട്ട് അത് വേഗം ചെയ്യാൻ നോക്കുക. പിന്നെ രാവിലെ നേരത്തെ എണീച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ എപ്പോഴും ഈ നിങ്ങൾക്കിപ്പോൾ ഉള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നില്ല, ചിലപ്പോൾ ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനെ വെച്ച് പഠിക്കാനും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അപ്പൊ അവർ ഉറങ്ങുന്ന സമയമൊക്കെ ടൈം നിങ്ങൾ കണ്ടെത്തിയിട്ട് തന്നെ പഠിക്കാം. ഒരു ദിവസം മിനിമം നിങ്ങൾ ഇനി ഒരു 3 to 4 hours എങ്കിലും മിനിമം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് പഠിച്ചേ മതിയുള്ളൂ. കാരണം മുന്നിൽ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ എക്സാം കറക്റ്റ് ടൈമിന് നടക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതൊന്നും ഇനി എക്സ്റ്റെൻഡ് ആവാൻ പോകുന്നില്ല. മുമ്പൊക്കെ ആണെങ്കിൽ ഒരു കൊല്ലത്തെ ഗ്യാപ്പ് കിട്ടുന്നൊക്കെ പറയും. ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ പരീക്ഷ അടുത്ത് തന്നെ നടക്കും. അപ്പൊ ഈ കിട്ടുന്ന അടുത്ത് വരുന്ന ഒരു 3-4 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നേ വേണം. ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാണ്ട് എക്സാമിന് 1 മാസം മുമ്പ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും എത്തില്ല. അപ്പൊ സമയമില്ലെങ്കിലും സമയം ഉണ്ടാക്കിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് അവിടുത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ആ ഉറങ്ങുന്ന സമയം അവരുറങ്ങുന്ന സമയം നമ്മൾ കുറച്ച് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നോക്കി വായിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ SCRT പാഠഭാഗങ്ങളുടെയൊക്കെ ഓഡിയോ ക്ലാസ്സുകൾ ധാരാളം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഒത്തിരി എണ്ണമുണ്ട്. ജസ്റ്റ് ടോപ്പിക് ഇങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം വീട്ടമ്മമാർക്കൊക്കെ ഈ നോക്കിയിരുന്ന് വായിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. കുട്ടി ഉറങ്ങുന്ന സമയത്ത് ഇവർക്ക് കൂടെ ഇരുന്നിട്ട് ചിലപ്പോൾ കേൾക്കാനൊക്കെ അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, അത് കേട്ട് പഠിക്കുക. നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ അത് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം അറിയാത്ത ഭാഗങ്ങളിലേക്ക് പോയാൽ മതി. കാരണം ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അറിയുന്നതും കിട്ടില്ല, അറിയാത്തതും കിട്ടില്ല. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. എന്തായാലും നിങ്ങൾക്കൊരു കട്ട് ഓഫ് ഒരു കഴിഞ്ഞ തവണ ഒരു 60-ന്റെ ഉള്ളിലൊക്കെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇത്തവണ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ കട്ട് ഓഫ് അതിനേക്കാളും കൂടാനും ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി. എല്ലാവർക്കും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള നല്ല ഐഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കട്ട് ഓഫ് കൂടുന്നുള്ള രീതിയിൽ ഉറപ്പാണ്.
അപ്പോൾ ഒരു 60 to 65 സ്കോർ ചെയ്യുന്ന രീതിയിൽ, മിനിമം അത്രയും നിങ്ങൾ സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുക. പിന്നെ ഡിപ്പെൻസ്, നമുക്ക് എക്സാം ഒത്തിരി ഈസി ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് പിന്നെയും കൂടും, എക്സാം വളരെ ടഫ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയുകയും ചെയ്യും. അപ്പൊ അതൊക്കെ എക്സാമിന് ശേഷമുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് 1 മണിക്കൂറെങ്കിൽ ആ 1 മണിക്കൂർ വൃത്തിക്ക് ഇരുന്നിട്ട് പഠിക്കാം. കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇംഗ്ലീഷൊക്കെ അതാണ് ഏറ്റവും ബെസ്റ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. മലയാളമൊക്കെ കുറെയൊക്കെ നിങ്ങൾ പ്രീവിയസ് നോക്കാം. അതേപോലെ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനു വേണ്ടി നിങ്ങൾ ബുക്കൊന്നും വാങ്ങിക്കാൻ ഞാൻ പറയില്ല കേട്ടോ. ഒരിക്കലും മലയാളത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബുക്ക് വാങ്ങിക്കാനൊന്നും പറയില്ല. അത് കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യലും SCRT പാഠഭാഗങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ള മലയാളമൊക്കെ കുറച്ചൊന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. 10 അല്ലെങ്കിൽ 8 എങ്കിലും കിട്ടും കേട്ടോ. അപ്പൊ മലയാളം മാത്രമൊക്കെ എടുക്കുന്ന ധാരാളം യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഇത് ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പറേഷൻ ആണ് നമുക്ക് എല്ലാത്തിനുള്ള കീ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രിപ്പയറും ചെയ്യണം. ആ ഒരു എക്സാമിന്റെ ടൈം നമ്മുടെ കൂടെ ദൈവം ഇരിക്കുകയും വേണം. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴും സ്ട്രെസ് ഇല്ലാണ്ട് സമാധാനത്തോടെ പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലെത്തുക. എക്സാം ദിവസമെങ്കിലും സ്ട്രെസ് ഇല്ലാണ്ട് സമാധാനത്തോടെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് സാധിക്കും. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചു, ഞാൻ ഫുള്ള് കവർ ചെയ്തു എന്നുകൊണ്ട് മാത്രം കാര്യമില്ല. റിവിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ആ പോയിന്റ് നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് കൂടെ റിവിഷൻ നല്ല രീതിയിൽ ചെയ്യുകയും കൂടെ വേണം. അപ്പൊ നമുക്ക് ഈ വീഡിയോ ക്ലാസ്സുകൾ തന്നെ അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലാസ്സുകളൊക്കെ കേട്ട് തന്നെ നമുക്കത് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ സിലബസ് ഒക്കെ കണ്ടിട്ട് അയ്യോ എനിക്കിതിന് ചെയ്യാൻ പറ്റുമോ, എനിക്കിനി കിട്ടുമോ എന്നുള്ളതൊന്നും ചിന്തിക്കരുത്. ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി നമ്മൾ സക്സസ് ആയി. പിന്നെ ബാക്കിയുള്ള സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം. ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവുള്ളൂ. കാരണം കയ്യിലുള്ള സമയം നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഹൗസ് വൈഫ്സിനെ പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫുൾ ടൈം ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അവരിനെ പോലുള്ള ടൈമൊന്നും നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠനം എന്ന് മാത്രം മനസ്സിലുള്ള കുട്ടികളാണ്. അവർക്ക് വേറെ ഒന്നും എക്സ്ട്രാ ആലോചിക്കാനില്ലല്ലോ. ഹൗസ് വൈഫ് പറയുമ്പോൾ അവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ തലയിൽ കൂടെ ഓടുന്ന ആളുകളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. കുറച്ച് സ്ട്രഗിളിങ്, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് അവിടെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ അതായത് ഈ LDC കിട്ടിയ അടങ്ങുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. നമ്മുടെ ലേണിനോ ഈ പറയുന്ന നമ്മുടെ LDC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള MCQs എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതും യൂസ് ചെയ്യും. അതല്ല നിങ്ങൾ യൂട്യൂബിലാണ് കൂടുതൽ നോക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏത് രീതിയിലായാലും ശരി, അത് നിങ്ങളുടെ പ്രയോജനം അനുസരിച്ച് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഭാഗം ആ രീതിയിൽ നിങ്ങൾ പോവാം. ഇപ്പൊ എല്ലാവർക്കും ഒരേ കണ്ടീഷൻ ആയിരിക്കില്ല. ചിലർക്ക് രാവിലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും, ചിലർക്ക് വൈകുന്നേരം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കും. ചിലപ്പോൾ എല്ലാവരും ഉറങ്ങി കഴിയുണ്ടായിരിക്കും ഇവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടുക. അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങൾക്ക് സമയം കിട്ടുക ആ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇന്നൊരു ടൈമിനുള്ളിൽ എനിക്ക് ഇത്രയും പോർഷൻസ് തീർത്തിരിക്കണം എന്നുള്ളത് തലേ ദിവസം തന്നെ എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം അത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അത് പെൻഡിങ് വെക്കാണ്ട് നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കല്യാണമോ കാതുകുത്തോ വന്നു കഴിഞ്ഞാൽ അതൊരു പെൻഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ കൂടുതൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ അതിന് ടൈം ടേബിൾ അത് ഫ്ലെക്സിബിൾ ആക്കാം. അത് കുഴപ്പമില്ല. പക്ഷെ എക്സാമിന് ഒരു മാസം മുമ്പെങ്കിലും മിനിമം എല്ലാ പോർഷൻസും ഒരു റൗണ്ട് നിങ്ങൾ കഴിഞ്ഞിരിക്കണം. പിന്നുള്ള ഒരു മാസം ഫുള്ള് റിവിഷന്, അതായത് നിങ്ങളുടെ SCRT പാഠഭാഗങ്ങൾ റിവിഷൻ ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ബുക്കുകൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ ഉണ്ട്. SCRT പാഠഭാഗങ്ങളിലുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ ഉള്ളതുണ്ട്. അങ്ങനെയുള്ള ബുക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഒരാഴ്ചയിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അന്നത്തെ ഞായറാഴ്ച അത് കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഇത്രയും പോർഷൻസ് കഴിഞ്ഞ് അടുത്ത ഒരു മാസത്തിലേക്ക് റിവിഷന് വേണ്ടി മാറ്റിവെക്കല്ലേ. കാരണം ഒരു തവണ പഠിച്ച കാര്യം നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ആഴ്ച തന്നെ എന്തോരം നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ നിങ്ങൾ എന്തൊക്കെ പോർഷൻസ് പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ ഞായറാഴ്ച നിങ്ങളൊന്ന് റീകളക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് റിവിഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റിവിഷൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ ആ റിവിഷൻ നടക്കുന്ന സമയത്ത് വീണ്ടും നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും.
പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ SAT പാഠഭാഗങ്ങളിൽ ഏത് ഏരിയ ആണ് കൂടുതലും അവർ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും കമ്പൽസറിലിയും ഒരു കറണ്ട് അഫെയർ ഒരു മാസത്തിൽ നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. ഒരു മാസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടെങ്കിലും ഒരു മാസത്തെ കറണ്ട് അഫെയർ കംപ്ലീറ്റ് എല്ലാ ഏരിയയും കവർ ചെയ്ത് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ആ കംപ്ലീറ്റ് സെക്ഷൻസ് നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഏരിയ നിങ്ങൾ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലർക്ക് മാത്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്സ് ഒന്നും ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല കേട്ടോ. കാരണം മാത്സ് ഇന്ന ഏരിയ എന്ന് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് എന്തായാലും ചോദിക്കും. മാത്സും മലയാളം ഇംഗ്ലീഷും ഒക്കെ അങ്ങനെയാണ്. ബാക്കിയുള്ളതൊക്കെ ഒത്തിരി അങ്ങോട്ട് കടല് പോലെ കിടക്കുക. അപ്പൊ അവിടെ നിന്ന് എങ്ങനെ നമുക്കൊരു പിടുത്തം കിട്ടില്ല. പക്ഷെ ഈ മാത്സും ഈ ഏരിയാസ് ഒക്കെ നമുക്ക് ഇന്ന ഭാഗത്തും ചോദിക്കുന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ ഭാഗങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അതുകൊണ്ട് ദിവസവും നിങ്ങൾ കറണ്ട് അഫെയർ കമ്പൽസറിലി നിങ്ങൾ എന്തായാലും നോക്കണം. അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഈ പറയുന്ന മാത്സ് ചെയ്യണം. മാത്സ് ഒക്കെ ദിവസം വർക്ക്ഔട്ട് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. പക്ഷെ ഞാൻ എന്തുകൊണ്ട് പ്രത്യേകിച്ച് അതെടുത്ത് പറയട്ടെ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് മാത്സ് വളരെ എളുപ്പമായിരിക്കും. അവർക്ക് മാത്സ് നോക്കേണ്ടി വരില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മാത്സ് 2-3 ദിവസം കൂടുന്ന സമയത്ത് നോക്കിയാലും മതി. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ അവർ മാത്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വരണം. കാരണം ഓരോ ആളുകൾക്കും ഓരോ സബ്ജക്റ്റിനോടായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അത് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത്, അപ്പോൾ ഇപ്പൊ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്കൊരു ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കുറച്ച് ഉച്ചയ്ക്കൊക്കെ നോക്കിയാലും കുഴപ്പമില്ല. ഒട്ടും അറിയാത്ത ഭാഗങ്ങളൊക്കെ വല്ലതും നിങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ഫ്രഷ് മൈൻഡുള്ള സമയത്ത് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് തലയിൽ കയറുള്ളൂ. ഫ്രഷ് മൈൻഡുള്ള സമയത്ത് നമുക്ക് എളുപ്പമുള്ള സാധനം നോക്കിയിട്ട് ഉച്ചയ്ക്ക് ആവുന്ന സമയത്ത് ഇങ്ങനെ ആകെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഒട്ടും അറിയാത്ത ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത് നീങ്ങുകയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ ഭാഗങ്ങളും നോക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ കവർ ചെയ്ത് പോകണം. അപ്പൊ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്ത് പോകുന്ന സമയത്ത് ഇപ്പൊ ഇന്ന് നിങ്ങൾ സയൻസ് ഫുള്ള് തീർക്കാൻ പറഞ്ഞു തന്നെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അപ്പൊ ഇന്ന് മിനിമം 2-3 സബ്ജക്ട്സ് ഇതിരിയായിട്ട് നോക്കി പോയി കഴിഞ്ഞാൽ അത്രയും പോർഷൻസ് കഴിഞ്ഞു. കാരണം എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള മാർക്ക് വെയിറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഇന്ന് ഞാൻ മാത്സ് നോക്കുള്ളൂ പോലെ മാത്സ് മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ മാത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാത്സും അതിന്റെ കൂടെ തന്നെ കറണ്ട് അഫെയർ, മാത്സും കറണ്ട് അഫെയറും പിന്നെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇത്തിരി ടഫാണ് ചില ഏരിയ എന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുകയെങ്കിലും ചെയ്യാം. മുഴുവൻ പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. കാരണം ഒരു തവണ വായിച്ചു വിട്ട് 2 തവണ വായിച്ചിട്ട് 3 തവണ വായിച്ചു വിടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഏരിയ പരിചയമായിട്ട് മാറും. ഒട്ടും പരിചയമില്ലാത്ത ഏരിയ അങ്ങനെ നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് പറ്റുള്ളൂ. വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് തലയിൽ കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് എടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഇപ്പോൾ ഒരു 4 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ആ 4 മണിക്കൂർ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മാറ്റാമെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ടൈം ടേബിളിൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു സബ്ജക്റ്റും വേണം. ആ ഒരു 4 മണിക്കൂറിൽ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്തായാലും വേണം. കറണ്ട് അഫെയർ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. കറണ്ട് അഫെയർ പഠിക്കുന്ന സമയത്ത് PSC ബുള്ളറ്റിനിലുള്ള കറണ്ട് അഫെയർസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അത് അങ്ങനെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ PSC ഒത്തിരി ബുക്കുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ SCERT പാഠഭാഗങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കുക. അപ്പോൾ SCERT പാഠഭാഗങ്ങൾ ഫുള്ള് നോക്കണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ NCERT-യിലേക്ക് കടക്കാം. SCERT പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമഗ്ര ക്വസ്റ്റ്യൻസ് കമ്പൽസറിലി നോക്കണം. PSC ബുള്ളറ്റിനുള്ള കറണ്ട് അഫെയർസ് നോക്കണം. PSC ബുള്ളറ്റിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും പഠിക്കാം. അത് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ PSC ബുള്ളറ്റിന് കറണ്ട് അഫെയർസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അത് നോക്കാം. LDC അല്ലെങ്കിൽ പിന്നെയും വരും പരീക്ഷകൾക്കെങ്കിലും ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ വേറൊരു നല്ല പരീക്ഷയ്ക്കുള്ള ഇതിൻ്റെ ഒരു ബേസ് ആയിരിക്കും. ചിലപ്പോൾ ഇനിയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടറി അസിസ്റ്റന്റ് അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അതല്ലാണ്ട് ഡിഗ്രി ലെവൽ ഗസറ്റഡ് പോസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒത്തിരി എക്സാമുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന പരീക്ഷകൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇപ്പം നിങ്ങൾ പഠിച്ചത് ഉപകാരപ്പെടും. അപ്പോൾ LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സാംസിനും കൂടിയിട്ടുള്ളൊരു ബേസ് കൂടിയാണ് അത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കൊണ്ട് കിട്ടുന്ന ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അത് കിട്ടുന്ന 1 മണിക്കൂർ ആണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.